അപ്പം ഇൻസ്ട്രുമെൻറ്റേഷൻ ആംപ്ലിഫയറിൻ്റെ പോർഷൻ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ പറഞ്ഞ ഡെറിവേഷൻസ് ഇക്വേഷൻസ് ഓക്കെ അത് യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഇൻസ്ട്രുമെൻറ്റേഷൻ ആംപ്ലിഫയറിൻ്റെ ഡെറിവേഷനും നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം സർക്യൂട്ട് നിങ്ങൾ ബൈഹാർട്ട് പഠിക്കണം. ഓക്കെ, സർക്യൂട്ട് നിങ്ങൾ ബൈഹാർട്ട് പഠിക്കണം, എന്നാലേ ബാക്കി ഇക്വേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പം നിങ്ങൾക്ക് 3 ഓപ്പാമ്പ് കാണും. 3 ഓപ്പാമ്പ് കാണും. 3 ഓപ്പാമ്പ് ഇതെങ്ങനെ കണക്ട് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഏത് ആംപ്ലിഫയർ ആണെന്ന് പറയാൻ പറ്റുമോ? ഇപ്പം ഒരു കാര്യം നോക്കാൻ പറ്റുന്നത് 3 ആംപ്ലിഫയറിൻ്റെ കേസിലും ഔട്ട്പുട്ടിൽ നിന്ന് നെഗറ്റീവ് ടെർമിനലിലോട്ട് കണക്ഷൻ ഉണ്ട്. അതായത് ഇത് ക്ലോസ്ഡ് ലൂപ്പ് കോൺഫിഗറേഷൻ ആണ്. ഇനി അലീന, നമ്മുടെ ഈ ഫസ്റ്റ് ഓപ്പാമ്പ് ഇൻപുട്ട് എവിടെയാണ് കൊടുത്തിരിക്കുന്നത്? ഇൻവെർട്ടിംഗ് ടെർമിനലിലോട്ട്. ഇൻപുട്ട് പ്ലസ്സോ മൈനസോ? പ്ലസിന്റെ പേരെന്താ? നോൺ ഇൻവെർട്ടിംഗ് ടെർമിനൽ. കറക്റ്റ്, നോൺ ഇൻവെർട്ടിംഗ് ഇൻപുട്ട് ടെർമിനൽ. അപ്പൊ ഇത് ഏത് ആംപ്ലിഫയർ ആയിരിക്കും? നോൺ ഇൻവെർട്ടിംഗ് ആംപ്ലിഫയർ. കറക്റ്റ്. ഓക്കെ അലീന, അതായത് നമ്മൾ പ്ലസ്സിൽ ഇപ്പം നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് 2 നോൺ ഇൻവെർട്ടിംഗ് ക്ലോസ്ഡ് ലൂപ്പ് ആംപ്ലിഫയർ ആണ്. അതായത് പ്ലസ്സിലാണ് നമ്മൾ 2 ഇൻപുട്ട് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ VI1 VI2 എന്ന് പറഞ്ഞ് 2 ഇൻപുട്ട് ഉണ്ട്. നമുക്ക് ഇക്വേഷൻ വേണ്ടത് VO ഇൻ ടേംസ് ഓഫ് VI1 ആൻഡ് VI2. ഓക്കെ, ഔട്ട്പുട്ട് വോൾട്ടേജിൻ്റെ ഇക്വേഷൻ VI1 VI2ൻ്റെ ടേംസിൽ നമുക്ക് എഴുതണം. അപ്പോൾ ഇത് ക്ലോസ്ഡ് ലൂപ്പ് നോൺ ഇൻവെർട്ടിംഗ് ആംപ്ലിഫയർ. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട്, ഈ ആദ്യത്തെ 2 ആംപ്ലിഫയറിൻ്റെ ഔട്ട്പുട്ടാണ് നമ്മൾ അടുത്ത ഓപ്പാമ്പിലോട്ട് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ ഇൻപുട്ട് ജസ്റ്റ് ഒരു പേരിന് വേണ്ടി VI1 ഡാഷ് എന്നും VI2 ഡാഷ് എന്നും പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ 2 ഇൻപുട്ട് ഉണ്ട്. അഞ്ജലി, 2 ഇൻപുട്ട് ഇവിടെ ഉണ്ട്. അപ്പോൾ ഇത് ഏത് ആംപ്ലിഫയർ ആയിരിക്കും? അത് നോൺ ഇൻവെർട്ടിംഗ്. ഓക്കെ, കുഴപ്പമില്ല. ഓക്കെ അഞ്ജലി, നമ്മൾ ഓപ്പൺ ലൂപ്പ് പഠിച്ച സമയത്ത് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ എന്ന് പറഞ്ഞു. ഓക്കെ, ഡിഫറൻഷ്യൽ എന്ന് വെച്ചാൽ ഇൻപുട്ട് ഗിവൻ ടു ബോത്ത് ടെർമിനൽസ്. ഓക്കെ, അപ്പം ഇവിടെ നമ്മൾ ഈ ഫിഗർ നോക്കുമ്പം 2 ടെർമിനൽസിലും മൈനസിലും പ്ലസിലും ഇൻപുട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ആയിരിക്കും. ഫീഡ്ബാക്ക് ഉള്ളത് കൊണ്ട് ക്ലോസ്ഡ് ലൂപ്പ് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിൻ്റെ ക്ലോസ്ഡ് ലൂപ്പ് ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിൻ്റെ ഇക്വേഷൻ നമ്മൾ അതുപോലെ പഠിച്ചിട്ടില്ല. അപ്പം നമ്മൾ ഡെറിവേഷൻ ചെയ്യാനായിട്ട് എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ ആദ്യമേ ഈ ഒരു ആംപ്ലിഫയർ മാത്രം കൺസിഡർ ചെയ്തിട്ട് ഔട്ട്പുട്ട് വോൾട്ടേജിൻ്റെ ഇക്വേഷൻ എഴുതാൻ നോക്കും. എന്നിട്ട് ഈ VI1 ഡാഷിൻ്റെ വാല്യൂ എന്താണ്, VI2 ഡാഷിൻ്റെ വാല്യൂ എന്താണെന്നുള്ളത് എഴുതാനായിട്ട് പോവാണ്. ഓക്കെ, ഇനി ഇതിൻ്റെ ഇക്വേഷൻ എഴുതാനായിട്ട് നമ്മൾ ഇതിനായിട്ടൊരു ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്തിട്ടില്ല. ഓക്കെ, ഡിഫറൻഷ്യൽ ക്ലോസ്ഡ് ലൂപ്പ് ആംപ്ലിഫയറിൻ്റെ ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്തിട്ടില്ല. അപ്പം നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് അറിയാവുന്ന വെച്ചുകൊണ്ട് നമ്മൾ എഴുതേണ്ടി വരും. അപ്പം അറിയാവുന്ന വെച്ചുകൊണ്ട് എഴുതേണ്ടി വരിക എന്ന് വെച്ചാൽ നിങ്ങൾ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ യൂസ് ചെയ്യണം. ഓക്കെ, ഇപ്പം സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിളിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്കറിയാം 2 ഇൻപുട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഇൻപുട്ടിൻ്റെ ഇഫക്റ്റ് മാത്രം കൺസിഡർ ചെയ്യുക, പ്ലസ് അടുത്ത ഇൻപുട്ടിൻ്റെ ഇഫക്റ്റ് മാത്രം കൺസിഡർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ഇൻപുട്ടിൻ്റെ ഇഫക്റ്റ് മാത്രം കൺസിഡർ ചെയ്യുക, രണ്ടാമത്തെ ഇൻപുട്ടിൻ്റെ ഇഫക്റ്റ് മാത്രം കൺസിഡർ ചെയ്യുക, എന്നിട്ട് രണ്ടും ആഡ് ചെയ്യുക. അതാണ് സൂപ്പർ പൊസിഷൻ തിയറത്തിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ളത്. ഓക്കെ, സർക്യൂട്ട്സിലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും സൂപ്പർ പൊസിഷൻ തിയറം. അപ്പം ആ സെയിം കൺസെപ്റ്റ് തന്നെ ഇവിടെ. ഓക്കെ, അപ്പം നമുക്ക് ക്ലോസ് ലൂപ്പ് ഇൻവെർട്ടിംഗ് ആംപ്ലിഫയർ ആണെങ്കിൽ അറിയാം, ക്ലോസ് ലൂപ്പ് നോൺ ഇൻവെർട്ടിംഗ് ആംപ്ലിഫയർ ആണെങ്കിൽ അറിയാം. അതായത് ഏതെങ്കിലും ഒരു ഇൻപുട്ട് മാത്രമാണെങ്കിൽ
നമുക്ക് ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ നമ്മൾ കൊണ്ടുവരാനായിട്ട് നോക്കും. ഓക്കെ, അപ്പം നമ്മൾ ഈ ഒരു പോർഷൻ മാത്രം എടുത്തിട്ട് ഇക്വേഷൻ എഴുതാനായിട്ട് പോവാണ്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ അസംഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് സേ ഈ ഇൻപുട്ട് vi2 മാത്രം ഉള്ളെന്ന് വിചാരിക്കുക. ഓക്കെ, vi2 മാത്രം ഉള്ളെന്ന് വിചാരിക്കുക, vi1 ഇല്ല. ഓക്കെ, അത് ഗ്രൗണ്ട് ആണെന്നുള്ള ഒരു അസംഷനിൽ നമ്മൾ മുമ്പോട്ട് പോകാനായിട്ട് പോവാം. ഇതിൻ്റെ ഇക്വേഷൻ എന്ത് വരും എന്ന് പറയാൻ പറ്റുമോ അഞ്ജലി? ഇത് ഏത് ആംപ്ലിഫയറാ? എവിടെ മാത്രം ഇൻപുട്ട് ഉള്ളത്? ഇൻപുട്ട് vi2, അതായത് നോൺ ഇൻവേർട്ട്. മൈനസ് ആണോ പ്ലസ് ആണോ? മൈനസ്. മൈനസിനെ വിളിക്കുന്ന പേരെന്തായിരിക്കും? ഇൻവേർട്ടിംഗ് ആണോ നോൺ ഇൻവേർട്ടിംഗ് ആണോ? ഇൻവേർട്ടിംഗ്. അപ്പൊ ഇൻവേർട്ടിംഗിൽ മാത്രമേ ഇൻപുട്ട് ഉള്ളൂ. അപ്പൊ ഇത് ഏത് ആംപ്ലിഫയർ ആയിരിക്കും? ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ. ഓക്കെ, ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ, കറക്റ്റ്. അലീന, ഇക്വേഷൻ ഓർക്കുന്നുണ്ടോ? ഇൻവേർട്ടിംഗ് ആംപ്ലിഫയറിന്റെ ഇക്വേഷൻ ആൽഡ്രിസൺ? യെസ് മിസ്. ഇക്വേഷൻ ഓർക്കുന്നുണ്ടോ? ഇൻവേർട്ടിംഗ് ആംപ്ലിഫയറിന്റെ ഇക്വേഷൻ മൈനസ് v0 മൈനസ് ആണോ? v0 മൈനസ് v12 അല്ല. ഓക്കെ, അല്ല, എന്നുവെച്ചാൽ നമുക്ക് ബേസിക് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ -RF/R1 ഇൻറ്റു ഡെറിവേഷൻ ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ -RF/R1 ഇൻറ്റു ഇൻപുട്ട് വോൾട്ടേജ് എന്നാണ്. ഓക്കെ, അപ്പം ഓക്കെ ഞാൻ പറയാം, ഇൻപുട്ട് വോൾട്ടേജ് എന്നാണ്. അപ്പം ഇവിടെ നമ്മൾ RF എന്ന് പറഞ്ഞാൽ ഈ റെസിസ്റ്റൻസ് ആണ്. അതായത് RFന് പകരം ഈ റെസിസ്റ്റൻസ് എന്ന് പറയുമ്പം ഇത് R3 ആയിരിക്കും. ഓക്കെ, ഇനി R1 എന്ന് ഉദ്ദേശിക്കുന്നത് ഈ മൈനസിന് മുമ്പിൽ കണക്ട് ചെയ്തിരിക്കുന്ന റെസിസ്റ്റൻസിനെയാണ് നമ്മളിവിടെ R1 നമ്മൾ നേരത്തെ ഡിറൈവ് ചെയ്തപ്പോൾ എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഇത് R2 ആയിരിക്കും. ഓക്കെ, ഇനി ഇൻപുട്ട് എന്ന് പറയുന്നത് vi2 ആണ്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ ഔട്ട്പുട്ട് വോൾട്ടേജിന്റെ ഇക്വേഷൻ. ഇൻവേർട്ടിംഗ് ആംപ്ലിഫയറിന്റെ ജനറൽ ഇക്വേഷൻ നിങ്ങൾ ഡിറൈവ് ചെയ്തായിരുന്നു, അത് ബൈഹാർട്ടായിട്ട് പഠിക്കാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ ആ ബൈഹാർട്ട് ചെയ്ത് വെച്ച ഇക്വേഷൻ ആയിരിക്കും നിങ്ങൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഔട്ട്പുട്ട് വോൾട്ടേജ് ഡ്യൂ ടു ഇൻപുട്ട് vi2 ഓക്കെ, ഇനി സിമിലർലി നിങ്ങൾ സൂപ്പർ പൊസിഷൻ്റെ അടുത്ത ഇൻപുട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യുമ്പം ഈ vi2 കൺസിഡർ ചെയ്യുന്നില്ല, അതിന് പകരം vi1 മാത്രമായിരിക്കും നിങ്ങൾ എടുക്കുന്നത്. ഓക്കെ, vi1 മാത്രം കൺസിഡർ ചെയ്യണം, vi1 ഓക്കെ. അപ്പം ഈ ആംപ്ലിഫയർ ഏതാണെന്ന് പറയാൻ പറ്റുമോ അലീന? നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ. കറക്റ്റ്, നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ ആണ്. അതായത് പ്ലസ്സിൽ മാത്രമാണ് ഇൻപുട്ട് ഉള്ളത്, മറ്റേ ടെർമിനൽ ഗ്രൗണ്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ ഞാൻ എഴുതാം. അപ്പം നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയറിൻ്റെ ജനറൽ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് 1+ ഇക്വേഷൻ എല്ലാം നിങ്ങൾ ബൈഹാർട്ട് പഠിക്കണേ, 1+ RF/R1 ഇൻറ്റു ഇൻപുട്ട്. ഇതാണ് ജനറൽ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. ഇനി ഈ റെസിസ്റ്റേഴ്സിന് ഇൻപുട്ട് നിങ്ങളുടെ ഫിഗറിൽ നിന്ന് നോക്കിയിട്ട് എന്താണെന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, അപ്പം RF എന്ന് പറഞ്ഞാൽ ഈ ഫീഡ്ബാക്ക്, അത് R3 ആണ്. ഓക്കെ, അപ്പം 1+ R3/R1, സോറി ഒരു മിനിറ്റ്, നിങ്ങളുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ 1+ R3/R1 ഇൻറ്റു v1 ആണ്. ഓക്കെ, നമ്മൾ ഡെറിവേഷൻ പറഞ്ഞപ്പോൾ പറഞ്ഞാലും ഫൈനൽ ഇക്വേഷൻ നിങ്ങൾ എപ്പോഴും v1 വെച്ചിട്ട് എഴുതാവുള്ളൂ, vi വെച്ച് എഴുതല്ലെന്ന്. ഓക്കെ,
അപ്പോൾ അത് ഇവിടെ പ്രത്യേകം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ 1+R3/R1 എന്ന് പറഞ്ഞാൽ മൈനസ് മുമ്പുള്ള റെസിസ്റ്റൻസ്, അതായത് R2. ഓക്കെ, അപ്പോൾ 1+R3/R2 ഇൻറ്റു V1. ഇനി ഈ V1ൻ്റെ ഇക്വേഷൻ എന്ത് വരും എന്നുള്ളത് ഫിഗർ നോക്കിയിട്ട് പറയണം. അപ്പോൾ V1ൻ്റെ ഇക്വേഷൻ ഇൻ ടേംസ് ഓഫ് VI1 ഓക്കെ. ആൽഡ്രസൺ, ഈ സർക്യൂട്ട് കണ്ടിട്ട് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ഈ രണ്ട് റെസിസ്റ്റേഴ്സ് ഇങ്ങനെ കണക്ട് ചെയ്തിട്ടുണ്ട്. VI1 ആണ് ടോട്ടൽ വോൾട്ടേജ്. V1ൻ്റെ ഇക്വേഷൻ എന്ത് വരും എന്ന് പറയാൻ പറ്റുമോ? അഞ്ജലി? അറിയില്ല മിസ്. അറിയില്ല. അഞ്ജലി? മിസ് ഇത് കണ്ടിട്ട് എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻസ് എന്തെങ്കിലും? ഫിഗർ ഞാൻ വേണമെങ്കിൽ റീഡ്രോ ചെയ്യാം. ഇങ്ങനെ രണ്ട് റെസിസ്റ്റൻസ് സീരീസിലുണ്ട്. ഇതാണ് ടോട്ടൽ വോൾട്ടേജ് VI1, ഇവിടുത്തെ വോൾട്ടേജ് V1. ഇവിടെ രണ്ട് റെസിസ്റ്റൻസ് ഉണ്ട്, R2, R3. ഈ V1 എന്ന് പറയുന്ന വോൾട്ടേജ് എന്താന്ന് പറയാൻ പറ്റുമോ? വോൾട്ടേജ് ഡിവിഷൻ ഓർക്കുന്നുണ്ടോ? ഇല്ല മിസ്. ഇല്ല. അലീന, വോൾട്ടേജ് ഡിവിഷൻ റൂൾ ഓർക്കുന്നുണ്ടോ? ഇല്ല മിസ്. ഓക്കെ. ഓക്കെ, വോൾട്ടേജ് ഡിവിഷൻ റൂൾ എന്ന് പറയുമ്പോൾ നമുക്ക് രണ്ട് റെസിസ്റ്റേഴ്സ് സീരീസ് ഉണ്ട്. ടോട്ടൽ വോൾട്ടേജ് VI1 ആണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു റെസിസ്റ്റൻസ്, ഗ്രൗണ്ടിന് അടുത്തുള്ള റെസിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് V1 ഈക്വൽ ടു ടോട്ടൽ വോൾട്ടേജ് ഇൻറ്റു ഏത് റെസിസ്റ്റൻസിന് അക്രോസ് ഉള്ള വോൾട്ടേജ് ആണോ കണ്ടുപിടിക്കേണ്ടത് ആ റെസിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ്. നിങ്ങളുടെ ബേസിക് ആയിട്ടുള്ള വോൾട്ടേജ് ഡിവിഷൻ റൂളാണ്. അപ്പോൾ ഇതാണ് കൺസെപ്റ്റ്. ഓക്കെ, ഏത് റെസിസ്റ്റൻസിന് അക്രോസ് ഉള്ള വോൾട്ടേജ് ആണോ കണ്ടുപിടിക്കേണ്ടത് ആ റെസിസ്റ്റൻസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക ഡിവൈഡഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ്. അപ്പോൾ R2 R3 സീരീസ് ആയതുകൊണ്ട് R2 + R3. അപ്പോൾ ഇതാണ് നിങ്ങളുടെ വോൾട്ടേജ് ഡിവിഷൻ റൂൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇക്വേഷൻ നിങ്ങൾ V1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, V1 എന്ന് പറയുന്നത് VI1 ഇൻറ്റു R3/R2 + R3. ഇത്തരത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ അഞ്ജലി? ഇല്ല മിസ്. ക്ലിയർ. ഓക്കെ, അപ്പം ഇവിടെ നമുക്ക് VO2 കിട്ടി, VO1 കിട്ടി. അതായത് ഔട്ട്പുട്ട് ഡ്യൂ ടു ഫസ്റ്റ് ഇൻപുട്ട്, ഇത് ഔട്ട്പുട്ട് ഡ്യൂ ടു സെക്കൻഡ് ഇൻപുട്ട് അലോൺ. സൂപ്പർ പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോഴത്തേനും നമുക്ക് ടോട്ടൽ ഔട്ട്പുട്ട് വോൾട്ടേജ് കിട്ടും. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ ചെയ്യുന്നത്. സൂപ്പർ പൊസിഷൻ തിയറം വെച്ചിട്ട് ഈ രണ്ട് വോൾട്ടേജസ് നമ്മൾ ആഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ നമ്മൾ നോക്കുമ്പം ഇത് കോമൺ എടുക്കുന്നത് വെച്ചോ, ഈ ഡിനോമിനേറ്റർ കോമൺ എടുക്കുമ്പോൾ ഇത് R2 + R3/R2 എന്ന് വരും. ഇവിടെയും R2 + R3 ഉണ്ട്. അപ്പോൾ ഇതും ക്യാൻസൽ ആയിപ്പോകും. നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ മനസ്സിലാവും. ഈ R3 + R2 ഈ R3 + R2 ക്യാൻസൽ ആയിപ്പോകും. അപ്പോൾ ഫൈനൽ ഇക്വേഷൻ വരാൻ പോകുന്നത് R3/R2 ഇൻറ്റു VI1 മൈനസ് VI2. ഇത് സിമ്പിൾ ഒരു ഇക്വേഷനാണ്. ഓക്കെ, പക്ഷെ നമുക്ക് ഇൻസ്ട്രുമെൻറ്റേഷൻ ആംപ്ലിഫയർ എന്ന് പറയുമ്പം നമ്മുടെ ഇൻപുട്ട് VI1 VI2 അല്ല, VI1 VI2. ഓക്കെ, അതാണ് നമ്മുടെ ഇൻപുട്ട് വോൾട്ടേജസ് എന്ന് പറയുന്നത്. അതിൻ്റെ ടേംസിൽ എഴുതണം. ഇനി അതിൻ്റെ ടേംസിൽ എഴുതാനായിട്ട് നമ്മൾ ഈ രണ്ട് ഓപ്പാമ്പും കൂടി കൺസിഡർ ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾക്ക് ഇവിടെ R1 എന്ന് പറഞ്ഞ രണ്ട് റെസിസ്റ്റൻസ് ഉണ്ട്. R ഗെയിൻ എന്ന് പറഞ്ഞൊരു റെസിസ്റ്റൻസ് ഇവിടെ ഉണ്ട്. അസ്യൂം ഈ R ഗെയിനിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് I ആണ് അസ്യൂം ചെയ്യുക. ഓക്കെ, ഇനി ഈ അസംഷൻ വെച്ചോണ്ട് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഓപ്പാമ്പിൻ്റെ രണ്ട് പ്രോപ്പർട്ടീസ് നിങ്ങൾ യൂസ് ചെയ്യണം. ഒന്ന്, കറണ്ട് എൻട്രിങ് ഇൻറ്റു ഓപ്പാമ്പ് ഈക്വൽ ടു 0. രണ്ട്, വെർച്വൽ ഷോർട്ട്. ഓക്കെ, ഈ രണ്ട് കൺസെപ്റ്റ് വെച്ചോണ്ട് അലീന മിസ്.
ഇവിടെ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എന്ത് വരും എന്ന് പറയാൻ പറ്റുമോ? ഈ കറണ്ട് I1 ഇവിടെ കൂടെ വരുന്നുണ്ടല്ലോ, ഇല്ലേ? അപ്പൊ നിങ്ങൾക്ക് ഇവിടെ നോക്കുമ്പോൾ രണ്ട് ബ്രാഞ്ച് ഉണ്ട്, ഒന്ന് ഇങ്ങോട്ടും ഒന്ന് ഇങ്ങോട്ടും. ഓക്കെ, ഇപ്പൊ രണ്ട് ബ്രാഞ്ച് ഉള്ളപ്പോൾ നമുക്കറിയാം കറണ്ട് സ്പ്ലിറ്റ് ആയിട്ട് പോകും. ഒരു കറണ്ട് ഇങ്ങോട്ടേക്ക്, ഒരു കറണ്ട് ഇങ്ങോട്ടേക്ക്. അത്രയും ക്ലിയർ അല്ലേ? ആ, പക്ഷെ കറണ്ട് എൻട്രിങ് ഇൻറ്റു ഓപ്പ് ആമ്പ് എത്ര ആയിരിക്കും? 0. അപ്പൊ ഇങ്ങോട്ടേക്ക് കറണ്ട് ഫ്ലോ ചെയ്യുന്നില്ല. അപ്പൊ ഈ കറണ്ട് എന്തായിരിക്കും? കറക്റ്റ്. അപ്പൊ ഇങ്ങോട്ടേക്ക് കറണ്ട് ഫ്ലോ ചെയ്യാത്തതുകൊണ്ട് ഈ കറണ്ട് I തന്നെയായിരിക്കും. ഓക്കെ ആയിരുന്നു. അഞ്ജലി, ഇവിടെ കൂടെ ഉള്ള കറണ്ട് എന്തായിരിക്കും? അപ്പൊ ഇവിടെ കൂടെ ഉള്ള കറണ്ട് എന്ന് പറഞ്ഞാല് ഒന്ന് ഇങ്ങോട്ടേക്കും ഒന്ന് ഇങ്ങോട്ടേക്കും ഫ്ലോ ചെയ്യും, അല്ലേ? ഒന്ന് ലെഫ്റ്റിലോട്ട് ഇങ്ങോട്ടേക്ക്, ഒന്ന് ഇങ്ങോട്ടേക്ക്. പക്ഷെ കറണ്ട് എൻട്രിങ് ഇൻറ്റു ഓപ്പ് ആമ്പ് എത്ര? 0. അപ്പം ഈ കറണ്ട് തന്നെയാണ് എന്ത് വരുന്നത്? ഇങ്ങോട്ടേക്ക് ഫ്ലോ ചെയ്യുന്നത്. അപ്പൊ I തന്നെ. I തന്നെ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് കറണ്ട് എൻട്രിങ് ഇൻറ്റു ഓപ്പ് ആമ്പ് 0 വെച്ചോണ്ട് നിങ്ങൾക്ക് ഈ രണ്ട് കറണ്ടും I ആന്ന് പറഞ്ഞ് എഴുതാൻ പറ്റും. ഓക്കെ, ഇനി അടുത്തെന്ന് പറഞ്ഞാൽ വെർച്വൽ ഷോർട്ട് വെച്ചിട്ട് ഈ പോയിന്റിലെ വോൾട്ടേജും ഈ പോയിന്റിലെ വോൾട്ടേജും പറയാൻ പറ്റണം. അലീന, വെർച്വൽ ഷോർട്ട് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? V1 = V2. കറക്റ്റ്. ഓക്കെ, ഈ വോൾട്ടേജും സെയിം ആയിരിക്കും. ഈ വോൾട്ടേജ് എന്താണ്? VI2. കറക്റ്റ്. ഇവിടെ നമുക്ക് V1 ആയിരുന്നു, V1 = VI2. അപ്പം VI2 തന്നെയാണ് ഈ വോൾട്ടേജ്. അപ്പൊ ഇവിടുത്തെ വോൾട്ടേജ് എന്തായിരിക്കും? കറക്റ്റ്. അതായത് ഈ രണ്ട് വോൾട്ടേജും ഈക്വൽ എന്നാണ് നമ്മൾ വെർച്വൽ ഷോർട്ടിൽ പറയുന്നത്. അപ്പൊ ഇത് VI2 ആയതുകൊണ്ട് ഇതും VI2 തന്നെയായിരിക്കും. അഞ്ജലി, അതുപോലെ തന്നെ ഈ പോയിന്റിലെ വോൾട്ടേജ് എന്തായിരിക്കും? VI1. ഓക്കെ, കറക്റ്റ്. അതായത് വെർച്വൽ ഷോർട്ട് എന്ന് പറയുമ്പോൾ ഈ പോയിന്റിലെ വോൾട്ടേജും സെയിം ആണ്. ഇവിടെ VI1 ആയതുകൊണ്ട് ഇതും VI1 തന്നെയായിരിക്കും. ഇനി നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ജസ്റ്റ് ഓംസ് ലോ എഴുതുകയെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ 3 റെസിസ്റ്റൻസ് ഉണ്ട്. ഈ 3 റെസിസ്റ്റൻസിൻ്റെ അവിടെയും ഓംസ് ലോ എഴുതുക. ഓംസ് ലോ എഴുതണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ രണ്ട് റെസിസ്റ്റൻസിൻ്റെ രണ്ട് പോയിന്റിലെ ഈ പോയിന്റിലെ എല്ലാം വോൾട്ടേജ് അറിയണം. ഓക്കെ, അലീന, ഈ പോയിന്റിലെ വോൾട്ടേജ് എന്തായിരിക്കും? എവിടത്തെ മിസ്? ഈ പോയിന്റ്, ഇവിടെ ഇത് അറിയാവുന്ന ഏത് വോൾട്ടേജിലോട്ടെങ്കിലും കണക്ട് ചെയ്തിട്ടുണ്ടോ? VI1'. VI1'. ഓക്കെ, അപ്പൊ നമുക്ക് അറിയാവുന്ന വോൾട്ടേജസ് നമ്മൾ അത് അങ്ങോട്ടേക്ക് എഴുതുക. ഓക്കെ, ഇത് VI1'. അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ ഈ VI2' തന്നെയാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്. ഇതും VI2'. അപ്പൊ നമുക്കിപ്പം എല്ലാ റെസിസ്റ്റേഴ്സിന്റെ എൻഡ് പോയിന്റിലെ വോൾട്ടേജ് അറിയാം. അപ്പൊ ഇനി നമുക്ക് ഓംസ് ലോ എഴുതുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. ഓക്കെ, അപ്പം ഓംസ് ലോ വരുമ്പോഴത്തേനും എങ്ങനെ വരും? അഞ്ജലി, ഈ ആദ്യത്തെ ഓംസ് ലോ പറയാമോ? ഇതിന്റെ VI2' ഓക്കെ, ഓംസ് ലോ എഴുതുമ്പം നമ്മൾ എങ്ങനെ എഴുതാറ്? വോൾട്ടേജ് ബൈ കറണ്ട് ആണ്, വോൾട്ടേജ് ബൈ റെസിസ്റ്റൻസ് ആണ് കറണ്ട്, അത് കറക്റ്റ് ആണ്. പക്ഷെ ഏത് വോൾട്ടേജ് മൈനസ് ഏത് വോൾട്ടേജ്? VI2' VI2. ഓക്കെ, എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞേ? രണ്ട് എൻഡ് പോയിന്റ്സില്. ഓക്കെ, അപ്പം ആദ്യത്തെ വോൾട്ടേജ് നമ്മൾ എപ്പോഴും ഏതായിരിക്കും കൺസിഡർ ചെയ്യുന്നത്? VI2. എന്നുവെച്ചാൽ കറണ്ട് എവിടുന്ന് എങ്ങോട്ടേക്കാ ഫ്ലോ ചെയ്യുന്നത്? മുകളിലേക്ക്. അതായത് ഈ VI2 VI2' പോകുന്നത്. ഓക്കെ, അപ്പം ഇത് വേണം ആദ്യം എഴുതാൻ. ഓക്കെ.
അപ്പം നമുക്ക് ഇക്വേഷൻ വരാൻ പോകുന്നത് VI2 മൈനസ് VI2 ഡാഷ് ബൈ R1. ഇതാണ് ഐയുടെ ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ സിമിലർലി നമുക്ക് ഈ ഇക്വേഷൻ എഴുതാൻ പറ്റും. അതിൽ ഈ ഇക്വേഷൻ എന്ത് വരും? ഇവിടുത്തെ ഓംസ് ലോ. VI1 dash minus VI1 by R1 equal. കറക്റ്റ്. ഓക്കെ ഓക്കെ, അതായത് ഈ വോൾട്ടേജ് മൈനസ് ഈ വോൾട്ടേജ്, കറണ്ട് താഴേന്ന് മുകളിലോട്ടാണ്. അപ്പം ഈ VI1 ഡാഷ് മൈനസ് VI1 ബൈ R1 എന്ന് പറയുന്നതാണ് എന്താ പറയുക, ഐ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഈ ഇക്വേഷൻ കിട്ടി. ഇനി ഈ ഇക്വേഷനും കൂടി വേണം. ഓക്കെ, ഈ ഇക്വേഷൻ തന്നെ സെയിം പ്രോസസ്സ് തന്നെ, താഴേന്ന് മുകളിലോട്ടാണ് ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ ഈ പോയിന്റിലെ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ VI1, ഈ പോയിന്റിലെ വോൾട്ടേജ് VI2. അപ്പോൾ VI1 മൈനസ് VI2 ബൈ R ഗെയിൻ ഈക്വൽ ടു ഐ എന്ന് പറഞ്ഞിട്ട് ഇക്വേഷൻ കിട്ടും. അപ്പോൾ ഈ 3 ഇക്വേഷൻ വെച്ചിട്ടായിരിക്കും നിങ്ങളിനി എഴുതാൻ പോകുന്നത്. ഓക്കെ, അപ്പം ആദ്യത്തെ 2 ഇക്വേഷൻ എഴുതിയല്ലോ. ഈ രണ്ട് ഇക്വേഷനിൽ നിന്ന് നിങ്ങൾ VI2 ഡാഷിൻ്റെ ഇക്വേഷൻ എന്താന്ന്, VI2 ഡാഷ് ഈക്വൽ ടു എന്ന് പറഞ്ഞ് എഴുതുക. ഇവിടെ നിന്ന് VI1 ഡാഷ് ഈക്വൽ ടു എന്ന് പറഞ്ഞ് എഴുതുക. ഓക്കെ, അപ്പം VI2 ഡാഷിൻ്റെ ഇക്വേഷൻ എഴുതി, VI1 ഡാഷിൻ്റെ ഇക്വേഷൻ എഴുതി. അത് കഴിഞ്ഞിട്ട് ഈ ഐക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട് നിങ്ങൾ ആർ ഗെയിൻ്റെ ഇക്വേഷൻ യൂട്ടിലൈസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ആർ ഗെയിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഇവിടുന്ന് ഐയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് VI1 മൈനസ് VI2 ബൈ ആർ ഗെയിൻ. അപ്പം ഈ കറണ്ടിൻ്റെ ഇക്വേഷൻ നിങ്ങൾ ഈ 2 ഐയിലോട്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് VI2 ഡാഷും VI1 ഡാഷിൻ്റെ ഒരു ഇക്വേഷൻ കിട്ടും. എന്തിനാണ് ഇത് ചെയ്യുന്നത്? നമ്മൾ ഇക്വേഷൻ എഴുതിയപ്പം ഔട്ട്പുട്ട് വോൾട്ടേജ് ഈക്വൽ ടു R3 ബൈ R2 ഇൻറ്റു VI1 ഡാഷ് VI2 ഡാഷ് എന്ന് പറഞ്ഞു. അപ്പം ഇതിന് നമ്മൾ ഇക്വേഷൻ കണ്ടുപിടിക്കണം. ഓക്കെ, അതിനുവേണ്ടിയാണ് ഇപ്പം നമ്മൾ VI1 ഡാഷും VI2 ഡാഷിൻ്റെയും ഇക്വേഷൻ എഴുതിയ. ഓക്കെ, ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം VOയിലോട്ട്. ഓക്കെ, ഈ ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേനും രണ്ടും കൂടി സബ്ട്രാക്ട് ചെയ്യുക. അപ്പം നമുക്ക് ഫൈനൽ ഇക്വേഷൻ ഇങ്ങനെ പറഞ്ഞ് കിട്ടും. കുറച്ചൊക്കെ ക്യാൻസൽ ചെയ്ത് പോകും അങ്ങനെയൊക്കെ വരുമ്പോൾ. ഇവിടെ നിങ്ങൾ നോക്കുമ്പോൾ VO ഈക്വൽ ടു VI1 VI2 മാത്രമേ ഉള്ളൂ, പിന്നെ റെസിസ്റ്റേഴ്സിൻ്റെ വാല്യൂ മാത്രമേ ഉള്ളൂ. അപ്പം ഇങ്ങനെ ആയിരിക്കും നിങ്ങൾ ഡിറൈവ് ചെയ്യുന്നത്. ഡെറിവേഷനിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നിങ്ങൾ ഡെറിവേഷൻ ചെയ്യുമ്പം ആദ്യം ഇതൊരു ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ആണ്, അതിൽ സൂപ്പർ പൊസിഷൻ തിയറം വെച്ചിട്ട് ഇക്വേഷൻസ് എഴുതുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ 2 ഓപ്പ് ആമ്പ് കൺസിഡർ ചെയ്തിട്ട് ഇവിടെ കറണ്ടിൻ്റെയും വോൾട്ടേജസിൻ്റെയും എല്ലാം വാല്യൂ എഴുതുക. കറണ്ട് എൻട്രി ഇൻറ്റു ഓപ്പ് ആമ്പ് 0 വെച്ചോണ്ട്, വെർച്വൽ ഷോർട്ട് വെച്ചോണ്ട്, എന്നിട്ട് ഓംസ് ലോ എഴുതിയിട്ട് നിങ്ങൾ 3 ഇക്വേഷൻ എഴുതും. എന്നിട്ട് ഇക്വേഷൻസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഓക്കെ, ഇതാണ് ബേസിക് നിങ്ങൾ ഇൻസ്ട്രുമെൻറ്റേഷൻ ആംപ്ലിഫയറിൻ്റെ ഡെറിവേഷനിൽ ചെയ്യുന്ന സ്റ്റെപ്സ് എന്ന് പറയുന്നത്.